ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം ശന്തനു വിവാഹമാണ് കേൾക്കാൻ പോണത് കേട്ടോ. ഋഷിമാർക്ക് പിന്നെ സംശയമാണ്, അങ്ങ് വ്യാസന്റെ ജനനവും സത്യവതിയുടെ ചരിത്രവും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൂല്ലോ. വ്യാസന്റെ അമ്മയായ സത്യവതി എങ്ങനെയാണ് ശന്തനുവിൻ്റെ പത്നിയായത് എന്നറിയാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. വംശമഹിമയൊന്നുമില്ലാത്ത ഒരു ദാശരാജപുത്രിയാണല്ലോ സത്യവതി. ആ സത്യവതിയെ രാജാവ് വേൾക്കാൻ കാരണം എന്താണ്? ശന്തനു പുത്രനായ ഭീഷ്മരുടെ കഥയും ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് വസുവിൻ്റെ അംശമായത്? ചിത്രാംഗതനെ രാജാവായി വാഴിച്ചത് ഭീഷ്മരാണല്ലോ. ധർമ്മിഷ്ഠനായ ജ്യേഷ്ഠനിരിക്കുമ്പോൾ അനിയൻ എങ്ങനെയാണ് രാജാവായത്? ചിത്രാംഗതൻ മരിച്ചപ്പോൾ വിചിത്രവീര്യനെയും രാജാവാക്കി വാഴിച്ചത് ഭീഷ്മരാണ്. ഭീഷ്മർക്ക് രാജഭാരം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഭീഷ്മർ ബ്രഹ്മചാരിയാകാൻ കാരണമെന്താണ്? ഇതെല്ലാം കേട്ട് സൂതൻ പറഞ്ഞു, ഇക്ഷ്വാകു വംശത്തിൽ മഹാനായ മഹാഭിക്ഷൻ എന്നൊരു രാജാവ് ചക്രവർത്തിയായി വാണിരുന്നു. 1000 അശ്വമേധങ്ങളും 100 വാജപേയങ്ങളും എന്നിവയെല്ലാം നടത്തി അദ്ദേഹം ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തി. മരിച്ചു സ്വർഗം പൂകിയപ്പോൾ അദ്ദേഹം ഒരിക്കൽ ബ്രഹ്മസഭയിൽ ചെന്നു. മറ്റു ദേവതകളും അവിടെ സന്നിഹിതരായിരുന്നു. മഹാനദിയായ ഗംഗാദേവി അവിടെ വിഭുസേവയ്ക്കായി എത്തിയിരുന്നു. അവളുടെ പുടവ ക്ഷണത്തിൽ കാറ്റിൽ പറന്ന് അവളുടെ നഗ്നത ഒരല്പനേരത്തേക്ക് ദൃശ്യമായി. വിണ്ണവർ അത് ശ്രദ്ധിക്കാതെ തല കുനിച്ചിരുന്നെങ്കിലും മഹാഭിക്ഷൻ അവളെ തന്നെ നോക്കി നിന്നു. തന്നെ കണ്ട് രാജാവ് പ്രേമത്തിലായി എന്നറിഞ്ഞ ഗംഗ നൃപ്പനിൽ അനുരക്തയായി. ബ്രഹ്മാവ് ഇത് കണ്ട് അവരെ ശപിച്ചു. നിങ്ങൾ രണ്ടുപേരും മനുഷ്യലോകത്ത് പോയി ജനിക്കുക. വേണ്ടത്ര പുണ്യം ആർജിച്ചു വന്നാൽ നിങ്ങൾക്ക് വീണ്ടും ദേവലോകമണയാം. വിഷാദത്തോടെ അവർ ഭൂമിയിലെത്തി. ധർമ്മിഷ്ഠരായവരുമായി ആലോചിച്ച രാജാവ് പുരുവംശത്തിൽ പിറന്ന പ്രദീപനെ പിതാവായി സങ്കല്പിച്ച് ഭൂമിയിൽ ജീവിതം തുടങ്ങാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് അഷ്ടവസുക്കളും ഭാര്യമാരോടൊപ്പം ക്രീഡാലോലുപരായി വസിഷ്ഠാശ്രമത്തിലെത്തി. അഷ്ടവസുക്കളിൽ പ്രധാനിയായിരുന്നു ദ്യോവ്. ദ്യോവിന്റെ ഭാര്യ ആശ്രമത്തിൽ നന്ദിനി പശുവിനെ കണ്ട് അത് ആരുടേതാണെന്ന് ചോദിച്ചു. സുന്ദരി, ഇത് വസിഷ്ഠന്റേതാണ്. ഇതിൻ്റെ പാല് കുടിക്കുന്ന ആണും പെണ്ണും 10,000 കൊല്ലം യൗവനത്തോടെ ഇരിക്കും. അപ്പോൾ ദ്യോവിൻ്റെ പത്നി തൻ്റെ മർത്യലോകത്തിലെ സുഹൃത്തായ ഉഷിനരസപുത്രയ്ക്ക് കിടാവോടുകൂടിയ ഈ പശുവിനെ സമ്മാനിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. സകല കാമങ്ങളെയും നിവർത്തിക്കുന്ന ഈ പശുവിനെ എൻ്റെ ആശ്രമത്തിലേക്ക് എത്തിക്കുക. ഈ പശുവിൻ്റെ പാല് കുടിച്ച് എൻ്റെ തോഴി മനുഷ്യരുടെ കൂട്ടത്തിൽ ജരാരോഗങ്ങൾ ബാധിക്കാത്തവളായി വിലസട്ടെ. ഭാര്യയുടെ വാക്ക് കേട്ട് ദ്യോവ് ആ പശുവിനെ മോഷ്ടിച്ച് അവളുടെ അഭിഷ്ടം സാധിച്ചു. വസുക്കൾ നന്ദിനിയെ അപഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഫലമൂലാദികൾ കൊണ്ടുവരാൻ വനത്തിൽ പോയിരുന്ന വസിഷ്ഠൻ പശുവിനെയും കിടാവിനെയും അന്വേഷിച്ച് ആശ്രമത്തിൽ തിരിച്ചെത്തി. ആശ്രമത്തിൽ കാണാഞ്ഞ അവയെ തേടി വനങ്ങളിലും ഗുഹകളിലും തിരഞ്ഞു നടന്നു. തന്നെ അപമാനിച്ച് പശുവിനെയും കിടാവിനെയും മോഷ്ടിച്ചു മറിഞ്ഞത് വസുക്കളാണെന്ന് മുനി അറിഞ്ഞു. കോപിഷ്ഠനായ മുനി അവരെ ശപിച്ചു. നിങ്ങളെല്ലാവരും മനുഷ്യയോനിയിൽ പിറക്കട്ടെ. ശാപവൃത്താന്തം അറിഞ്ഞ വസുക്കൾ ശാപമോക്ഷത്തിനായി മുനിയെ സമീപിച്ച് അപേക്ഷിച്ചു. നിങ്ങളെ ഓരോരുത്തരെ വീതം ആണ്ടുതോറും ശാപമുക്തരാക്കാം. എന്നാൽ ദ്യോവ് മാത്രം കുറെ കാലം മനുഷ്യനായി ജീവിക്കട്ടെ. ശാപം കിട്ടിയ വസുക്കൾ തിരിച്ചു പോകുമ്പോൾ ഗംഗാദേവി അതിലെ നടന്നു പോകുന്നത് കണ്ടു. എങ്ങനെയാണ് ഞങ്ങൾക്ക് അമൃതുണ്ണുന്ന ദേവന്മാരാകാൻ കഴിയുക എന്നവർ ദേവിയോട് ചോദിച്ചു. മനുഷ്യരുടെ വയറ്റിൽ പിറക്കുക എന്നത് അതീവ ദുഷ്കരമാണ്. അതിനാൽ മഹാത്മാവായ അമ്മേ, അവിടുന്നൊരു മനുഷ്യ സ്ത്രീയായി പിറന്ന് ഞങ്ങൾക്ക് ജന്മമേകിയാലും ശന്തനുവിൻ്റെ സഹധർമ്മിണിയായി നീ വാഴുക. എന്നിട്ട് ഞങ്ങൾ ഭൂജാതരാവുമ്പോൾ ജലത്തിൽ എറിഞ്ഞു കളയുക. അങ്ങനെ മനുഷ്യജന്മത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശാപമോക്ഷമുണ്ടാകും. ഗംഗാദേവി അതിന് സമ്മതിച്ചു. താമസം വിന പ്രദീപന്റെ പുത്രനായി മഹാഭിക്ഷൻ ജനിച്ചു. ആ ബാലനാണ് ശന്തനു എന്ന സത്യധർമ്മ നിരതനായ രാജാവ്. പ്രദീപൻ സൂര്യവന്ദനം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗംഗയിൽ നിന്നും അതിസുന്ദരിയായ ഒരു യുവതി പൊങ്ങി വന്ന് രാജാവിന്റെ തുടമയിൽ ഇരുന്നു. എന്തിനാണ് നീ അനുവാദമില്ലാതെ എൻ്റെ തുടയിൽ കയറിയത് എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അങ്ങയിൽ തനിക്ക് കാമമുണ്ടെന്നും തന്നെ സ്വീകരിക്കണമെന്നും ആ സുന്ദരി ആവശ്യപ്പെട്ടു. എന്നാൽ രാജാവ് പറഞ്ഞു, ഞാൻ പരനാരിയെ സ്വീകരിക്കുകയില്ല. മാത്രമല്ല, നീ ഇരുന്നത് വലത്തെ തുടയിലാണ്. അത് മക്കൾക്കും പുത്രവധുക്കൾക്കുമുള്ള ഇടമാണ്. പുത്രാവജ്ഞയോടെ നിൽക്കുന്ന നിനക്ക് ഒരു സൽപുത്രനുണ്ടാകും എന്ന് നിശ്ചയം. അപ്പോൾ നീ എൻ്റെ പുത്രവധുവായാലും. അവൾ പോയി കഴിഞ്ഞപ്പോൾ രാജാവ് അവളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തി. കാലക്രമത്തിൽ രാജാവിന് പുത്രനുണ്ടായി. അവന് താരുണ്യമായപ്പോൾ വാനപ്രസ്ഥനാകുന്നതിന് മുൻപ് രാജാവ് മകനോട് പണ്ടുണ്ടായ ഈ വിചിത്ര സംഭവം പറഞ്ഞു. ആ മനോജ്ഞാംഗി നിന്നെ സമീപിക്കുകയാണെങ്കിൽ അവളെ സധൈര്യം പരിഗ്രഹിക്കുക. അവൾ ആരെന്നും മറ്റും നീ ചോദിക്കേണ്ട കാര്യമില്ല.
നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ. രാജാവ് പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് കാട്ടിൽ പോയി. അദ്ദേഹം ഉഗ്രതപസ്സിലൂടെ ജഗദാംബയെ പ്രീതിപ്പെടുത്തി. സ്വതേജസ്സാൽ തന്നെ സാർവഭൗമനായി. ധർമ്മതൽപരനായ ശന്തനു പ്രജകളെ വേണ്ടതുപോലെ പരിപാലിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു. ഇനി 29-ാം ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് വസുത്പത്തിയാണ്. സർവം കൃഷ്ണാർപ്പണം വസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.